ആസ് എ പേഴ്സൺ എങ്ങനെ ലാലേട്ടനെ കാണും? സി ആസ് എ പേഴ്സൺ എന്നെ സംബന്ധിച്ചിടത്തോളം ഹി മെസ്മറൈസസ് മീ. മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ നമ്മളെ ആകർഷിക്കും, ചില ആളുകളെ നമ്മൾ അറിയാതെ വളരെയധികം സ്നേഹിച്ചു പോകും, അടുത്തു പോകും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. പക്ഷേ ലാലിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദർ ഈസ് സംതിങ് മാസ്മറിക്. നമുക്ക് ഇങ്ങനൊരാളവിടെ ഉണ്ട്, ആ ഒരു വ്യക്തിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സടക്കം വരുത്തത്തക്ക രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ. അല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മളറിയാത്ത ചെറിയ കാര്യമുണ്ട്. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് 1971 ഇതിനകത്ത് ആ കഥകളിക്കാരൻ ഉണ്ണീനെ പോയി അടിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. അത് ആക്ച്വലി കഥകളി ആചാര്യനാണ്, കലാമണ്ഡലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ജോൺ എന്ന് പറയുന്ന കഥകളി ആശാനാണ്. അദ്ദേഹത്തിൻ്റെ താടി പിടിച്ച് വലിച്ചിട്ട് മോഹൻലാൽ അടിക്കുന്ന സീക്വൻസാണ്. അടിച്ചു കഴിഞ്ഞിട്ട് ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും അറിയാതെ ഈ ലാലേട്ടൻ പിറകിലേക്ക് പെട്ടെന്ന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സോറി കേട്ടോ, ക്ഷമിക്കണം. ഇതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ലാലെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. അത് അഭിനയമായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇറങ്ങി പോയിട്ട് വണ്ടി എടുക്കണമെന്ന് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഷോട്ടാണ്, ഭംഗിയായി ചെയ്തു, കഴിഞ്ഞു. ഇത് താടിയെല്ലാം പിടിച്ചിട്ട് ആ ചുറ്റിയെല്ലാം മനുഷ്യനിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത്. ഷോട്ട് കട്ട് ചെയ്തു, ഓക്കെ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ തന്നെ പറ്റുള്ളൂ, പിന്നെ രണ്ടാമത് ചുറ്റിയിടാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുന്ന സമയത്ത് അടുത്ത് പോയിട്ട് കൈ കൊടുത്തിട്ട് സോറി, അയ്യോ ഒന്നുമില്ല. ആശാനും എഴുന്നേറ്റ് വന്നിട്ട് എല്ലാ മൂപ്പര് കാലൊക്കെ തൊട്ട് അങ്ങനെ ലാലിൻ്റെതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള അത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിനകത്ത് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആരാധന കൂടുകയാണ്. സോ ഇതാണ് മോഹൻലാൽ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാൻ. ഇത്രയും ബന്ധം എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും എനിക്ക് ബന്ധങ്ങളുണ്ട്. പക്ഷേ മോഹൻലാലായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഒരു പ്രശ്നം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വിളിച്ച് നമുക്ക് അങ്ങനെയുള്ളൊരു ബന്ധമാണ് ആ ബന്ധം. അതുപോലെ തന്നെ ജയന്തിക്ക് അറിയില്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം ലാലിൻ്റെ കൂടെ ഞാൻ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാലത്ത് തൊട്ട് വൈകിട്ട് രാത്രിയിൽ ചാപ്പാടും കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി അങ്ങനെയൊക്കെ പോകുന്ന 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലാലിനെ വിട്ടു പോരുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഈ 3 ദിവസം ലാല് പറഞ്ഞിട്ടുള്ള ഓരോ ശബ്ദവും ഇങ്ങനെ കാതിലിങ്ങനെ കേൾക്കാം. എങ്ങനെയാണ് ഈ സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ടുഡേ ഇന്ന് ലാലേട്ടൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഭ്രാന്ത് പിടിച്ച ആരാധന എന്ന് പറയുന്നത് അത് ആ മനുഷ്യൻ്റെ ഒരു സ്നേഹം. അത് ആ മനുഷ്യൻ്റെ അത് ഞാൻ പറഞ്ഞില്ലേ, അതിന് നിങ്ങൾക്ക് മെക്കാനിക്കലായിട്ട് കാണിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ ഈ കഥകളി ആശാൻ ജോണിനെ പോയിട്ട് കൈ കൊടുത്തിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബിഹേവിയർ. യെസ്, അത് അഭിനയിക്കല്ല, അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒബ്സർവ് ചെയ്തു. ഇപ്പോഴത്തെ ബൈ ചാൻസ് ഇഫ് ഹി വാച്ചസ് ദിസ് തിങ് ദെൻ ഓൺലി ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓ ഞാനത് ഒബ്സർവ് ചെയ്തത്, ഞാൻ വാച്ച് ചെയ്തു എന്നുള്ളത്. പക്ഷേ ഹി ഡസ് ദാറ്റ്. ഇതിലാണ് ആ മനുഷ്യൻ നമ്മൾ അടുത്തറിയുന്ന സമയത്ത് വി ആർ റെഡി ടു ഡൈ ഫോർ ഹിം ബിക്കോസ് ദീസ് കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആർ വെരി റെയർ ടു സീ. നമുക്ക് അങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. സ്വതസിദ്ധമായിട്ടുള്ള ചില ബിഹേവിയർ പാറ്റേൺസ്, സ്നേഹം എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, പിന്നെ നമ്മൾ ആരാധിക്കുന്ന ഹ്യൂമിലിറ്റി. പിന്നെ നമ്മൾ കാണുന്നത് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇത് നമുക്ക് ആക്ട് ചെയ്തിട്ട് കാണിക്കാൻ പറ്റില്ല. അത് സന്നദ്ധാനം ഉള്ളിൽ നിന്ന് വരണം. വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അത് ജെനുവിനാണെന്ന് കാണുന്ന സമയത്ത് അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി എന്നുള്ളത് അങ്ങനെ കാണുന്നൊരു വ്യക്തിനെയാണ് ഞാൻ മനുഷ്യനായിട്ട് കാണുന്നത്. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും വന്ന് സംഭാവന ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരെ കാണിച്ചിട്ട് ഇത്രയുടെ ചെക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന അത് അഭിനയമാണ്. നേരെ മറിച്ച് ഇദ്ദേഹം നോക്കി പലതും ചെയ്യുന്നുണ്ട്, പല ആൾക്കാർക്കും അറിയില്ല അതൊന്നും.